ഈ സ്റ്റേജിൽ എനിക്ക് എന്ത് ചെയ്യാം, അങ്ങ് ബേക്കിലിരിക്കുന്ന അല്ലെങ്കിൽ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് വരെ എൻ്റെ സൗണ്ട് എത്തണമെങ്കിൽ എന്ത് വേണം, മൈക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രസന്റേഷൻ കഴിയുമ്പോഴേക്കും എൻ്റെ സൗണ്ട് എന്ത് ചെയ്തേനാ, കഴിഞ്ഞേനല്ലേ. അപ്പം നമ്മുടെ ലൈഫ് ഈസിയർ ആക്കുന്നു. ഇപ്പൊ ഇവിടെ ഹാളിൽ വന്നിരിക്കുന്നു, നല്ല ചൂടാണ്, അത് മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഫാൻ ഇടണം. അതും ടെക്നോളജിയാണ്. ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ടിലെ ബട്ടൺസ്, ഇതെല്ലാം ടെക്നോളജിയാണ്. അപ്പം ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലെ ആവശ്യകതയായിരുന്നു ഓരോ ടെക്നോളജീസ് എന്നുള്ളത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കും. +1ഉം +2ഉം പഠിക്കും, ഡിഗ്രിയും പഠിക്കും. ഡിഗ്രി പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ എല്ലാവരും ചോദിക്കുന്നത് എന്തായിരിക്കും ചോദിക്കുന്നത്? എന്തായിരിക്കും? ജോലി ആയില്ലേ മോനെ മോളെ. അതുവരെ കാണാത്ത അമ്മാവന്മാരും അമ്മായിമാരും എല്ലാവരും വന്ന് ചോദിക്കും, ജോലി ആയില്ലേ എന്ന്. അപ്പൊ കുട്ടി തിരിച്ച് ചോദിക്കണം, നിങ്ങൾ എപ്പോഴെങ്കിലും ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യത്തിന് മുന്നിൽ എന്താണ്? ചോദ്യം ചോദിച്ച ആരും ആൻസറബിൾ അല്ല. കാരണം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, കുട്ടിയെ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടി ജോബിന് വേണ്ടി പഠിച്ചിട്ടുണ്ടോ? +1ഉം +2ഉം പഠിച്ചിട്ടുണ്ടോ? ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ജോബ് കിട്ടും കുട്ടിക്ക്? ഇതല്ലേ പോയിന്റ്. അപ്പൊ ഇനി ചോദിക്കുന്നതായിട്ട് ഇതുപോലെ പറഞ്ഞു കൊടുത്താൽ മതിയല്ലേ, പ്രശ്നം തീർന്നല്ലേ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബ്രെയിൻ ശേഷം ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു ടൈം ഫ്രെയിം, അപ്പോഴേക്കും എന്ത് വന്നിട്ടുണ്ടാവും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്തേനാ ആ ജോബ് റീപ്ലേസ് ചെയ്ത് കൊണ്ടുപോയേനെ. അപ്പൊ നിങ്ങൾ ഇനി ആർക്കെതിരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെതിരെ, മെറ്റാവേഴ്സിനെതിരെ, റോബോട്ടിക്സിനെതിരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു വശത്ത് അക്കാഡമിക്സ് ഉണ്ടായിരിക്കണം, മറുവശത്ത് എന്തുണ്ടായിരിക്കണം? ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള നോളജ് വേണം. അപ്പൊ ഈ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന? അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്യാമ്പസുകളിലേക്കും ടെക് സ്കൂൾ എന്നുള്ള പ്രൊജക്ട്, നമ്മളിപ്പോ കോഴിക്കോട് 2ാമത്തെ സ്കൂളാണല്ലേ, കോഴിക്കോട് 2ാമത്തെ സ്കൂളാണ്. ഈ ഒരു നിയോജക മണ്ഡലത്തിൽ ഫസ്റ്റ് സ്കൂളാണ് എന്ത് ചെയ്യുന്നത്, ലിറ്റിൽ ഡാഫോഡിൽ സ്കൂൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ടെക് സ്കൂൾ എന്നുള്ളത്. അപ്പൊ ടെക് സ്കൂൾ എന്നുള്ള പ്രൊജക്റ്റിലൂടെ ക്യാമ്പസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഹൈബ്രിഡ് മോഡിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്നത്, ഒരു വശത്ത് എന്ത് ചെയ്യാം, ടീച്ചേഴ്സും അവരെന്ത് ചെയ്യും, അക്കാഡമിക്സ് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. മറുവശത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കാഡമിക്സിനെ ബാധിക്കാത്ത രീതിയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി റെഡി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം അത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ടെക് സ്കൂൾ എന്നുള്ള പ്രൊജക്ടിന് ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സിന് പഠിപ്പിക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ സിലബസിൽ നിന്നുകൊണ്ടാണെങ്കിലും ടൈമിൽ നിന്നുകൊണ്ടാണെങ്കിലും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ടെക്നോളജിയിൽ അത്രയും അഡ്വാൻസ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി പഠിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന, ടീച്ചർ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ സാറ് പഠിപ്പിക്കുന്നതിന് ഡൗട്ടുണ്ട്, ഡൗട്ട് ചോദിക്കാനും മടിയായിരിക്കും ചില കുട്ടികൾക്ക്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ ഏറ്റവും ടോപ്പ് ലെക്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഗൂഗിളിൽ എഞ്ചിനീയറിംഗ് നിന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്കത് പഠിക്കാനായിട്ടുള്ള ബേസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻഡിവിജ്വൽ ലേണിംഗ് സിസ്റ്റത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ള, പഠിക്കാനുള്ളത് അല്ലേ. അപ്പം അവിടെയാണ് ടെക് സ്കൂൾ എന്നുള്ള പ്രൊജക്ടിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മളൊരു എഡ്യൂക്കേഷൻ പോളിസി എടുക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ ടീച്ചേഴ്സിനെയോ പാരൻസിനെയോ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇപ്പോൾ ഒരു കുട്ടി ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ എന്തായിരിക്കും, വീക്കായിരിക്കും. അപ്പം അവിടുത്തെ പാരന്റ് എന്ത് ചെയ്യും, അവനെയും കൊണ്ട് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അടുത്ത് പോയി പറയാം, ടീച്ചറെ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ വീക്കാണ്, അവൻ അതിലൊന്ന് ശ്രദ്ധ കൊടുത്തേക്കണേ, പറ്റുമെങ്കിൽ 1-2 കണ്ണ് അവൻ എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ച് നോക്കിയിരിക്കണേ ടീച്ചർ, എങ്കിലും അവൻ പഠിക്കോളൂ എന്നൊക്കെ പറയും. പക്ഷെ ആ കുട്ടി എന്തായിരിക്കും, മാത്സ് എന്ന സബ്ജക്റ്റിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷെ ഒരു പാരന്റും പോയി പറയില്ല, മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് പറയും, ടീച്ചർ എൻ്റെ മകൻ മാത്സിലാണ് ഏറ്റവും ബ്രില്യൻറ്റ്, അവൻ അതിൽ വേണം എന്ത് ചെയ്യാനുള്ള കോച്ചിങ് കൊടുക്കുമെന്ന് പറയത്തില്ല. അപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പേര് അല്ലമീൻ എന്നുള്ളതാണ്, ഞാൻ വന്നിരിക്കുന്ന ടാൽ ഗ്രൂപ്പ് എന്ന കമ്പനിയിൽ നിന്നാണ്. അപ്പം ടാൽ ഗ്രൂപ്പിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്, ടാലന്റുകളെ റോപ്പ് ചെയ്യുക എന്നുള്ള ആശയത്തിലാണ് ടാൽ ഗ്രൂപ്പ് എന്ത് ചെയ്ത് 2015 സ്റ്റാർട്ട് ചെയ്തത്. ഒരു IT കമ്പനി എന്നുള്ള ലേബലിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടാൽ ഗ്രൂപ്പ് 2015 സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് 2017 കാലഘട്ടങ്ങളിൽ എഡ്യൂക്കേഷൻ സെക്ടറിലോട്ട് മൂവ് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യും, 2020 കാലഘട്ടത്തിൽ കേരളത്തിൽ ശക്തമായൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്ന കമ്പനിയായി മാറി ടാൽ ഗ്രൂപ്പ് എന്നുള്ളത്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം 2 വേർഡുകളുണ്ട്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആരെന്നറിയാമോ? ആരാണ്? മാർക്ക് സക്കർബർഗ്. അപ്പൊ മാർക്ക് സക്കർബർഗ് എത്രാമത്തെ വയസ്സിലാണ് ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തതെന്ന് അറിയാമോ? എത്രാമത്തെ വയസ്സിലാ? 22 അല്ല,
എത്രാമത്തെ വയസ്സിലാന്ന് അറിയാമോ? എത്രാമത്തെ വയസ്സിലാ? 20 അല്ല, താഴോട്ടാ. 19ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്തത്? സക്കർബർഗ് ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 19 വയസ്സുകാരൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആശയം ഡെവലപ്പ് ചെയ്യുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? 19ാമത്തെ വയസ്സിലൊക്കെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? +2 കഴിഞ്ഞ് ഇനി ഡിഗ്രിക്ക് ഏത് കോളേജിൽ എടുക്കാം, എഞ്ചിനീയറിംഗ് എടുക്കണോ മെഡിസിൻ എടുക്കണോ എന്നുള്ള ആലോചനയിലാണ്. അപ്പൊ സക്കർബർഗ് എന്ത് ചെയ്തു? ഫേസ്ബുക്ക് എന്ന ആശയം ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്യാൻ സക്കർബർഗിനെ പ്രേരിപ്പിച്ച 2 ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തെ ഫാക്ടേഴ്സ് ആണ്, അയാൾ എന്ത് ചെയ്തു? ചെറുപ്രായത്തിലെ ടെക്നോളജിയുടെ സാധ്യതകൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, അവനത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫെഡറിക് ടെർമാൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസറിന്റെ ഒരു ആശയമായിരുന്നു അമേരിക്കയിലെ സിലിക്കൺ വാലി എന്നുള്ളത്. സിലിക്കൺ വാലി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ആമസോണും ഫേസ്ബുക്കും എല്ലാം എന്ത് ചെയ്ത്? സിലിക്കൺ വാലിയിൽ നിന്ന് വന്ന പ്രൊഡക്റ്റുകളാണ്. 19, 18 നിങ്ങളെ പോലുള്ള ചെറിയ ചെറിയ ഏജ് ഉള്ള കുട്ടികളാണ് എന്ത് ചെയ്തത്? ഇതേപോലുള്ള ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തത്. അപ്പം അവർക്ക് കിട്ടിയ അതേ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടിയാലോ? നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂലേ? ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് സാറന്മാരൊക്കെ പറയും ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടികളായിരിക്കും എന്ത് ചെയ്യുന്നത്? ചരിത്രം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്നവരായിരിക്കും ഇനി അടുത്ത എന്ത് ചെയ്യുന്ന? ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അടുത്ത ആമസോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പോഷർ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അവരുടെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവ് ആയിരിക്കുന്ന ടൈം, സ്കൂളിംഗ് ടൈമിൽ തന്നെ അവർക്ക് അതിനുള്ള എക്സ്പോഷർ കിട്ടിയാലോ? അവിടെയാണ് ടെക്കറ്റ് സ്കൂൾ എന്നുള്ള പ്രൊജക്റ്റിനും ടാൽറൂപ്പ് എന്ന കമ്പനിക്കും ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ ടെക്കറ്റ് സ്കൂൾ എന്നുള്ള പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏർലി സ്റ്റേജിൽ, ഏറ്റവും ചെറിയ ഏജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെക്നോളജി പഠിക്കാം, വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പഠിക്കാം, കോഡിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പഠിക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് പറ്റും. ഇനി അവന് വേണ്ട എക്കോസിസ്റ്റം, ആ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? അവന്റെ സ്കൂളും ടാൽറൂപ്പും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? അവൻ ആ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ എക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റർ ആവാനായിട്ട് പറ്റും, ഓൺട്രപ്രണറായി മാറാനായിട്ട് പറ്റും, ഭാവിയിലേക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ടെക്നോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്കല്ലേ ടെക്നോളജി പഠിക്കേണ്ടതുള്ളൂ, എനിക്ക് പഠിക്കേണ്ടതില്ല എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. പക്ഷേ ടെക്നോളജി എന്നുള്ളത് എല്ലാ മേഖലയിലും വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചൈനയിൽ ഡോക്ടേഴ്സ് ആരുമില്ല, റോബോട്ടാണ് എന്ത് ചെയ്യുന്നത്? സർജറി ചെയ്യുന്നത് അല്ലേ? അപ്പം മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഡോക്ടേഴ്സ് വേണ്ടാതെ സർജറി ചെയ്യുന്നു, അത് കൊള്ളാലോ. അപ്പൊ ഡോക്ടേഴ്സിന്റെ പണി പോയേ അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എലോൺ മസ്കിന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഡ്രൈവർലെസ് കാറുകൾ എന്നുള്ളത്. അപ്പൊ ഡ്രൈവർമാർ പണിയും പോയേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പണിയാ കിട്ടുന്ന പഠിച്ചിറങ്ങുമ്പോൾ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോ ചിന്തിക്കില്ല, ഇപ്പോഴാ ചിന്തിക്കുന്ന. ഡിഗ്രി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണ് എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യില്ല, ജോബ് കിട്ടത്തില്ല. ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞാൻ റെഡി അല്ലെങ്കിൽ ജോബ് കിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ അവിടെയാണ് ലിറ്റിൽ ഡാഫോഡിൽ സ്കൂൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ആവുന്നത്. അവിടെ എന്ത് ചെയ്തു? നമ്മളെ സ്കൂൾ എന്ത് ചെയ്തു? ഹൈബ്രിഡ് സ്കൂളായി. ഫസ്റ്റ് എന്ത് ചെയ്തു? ടെക്നോളജി പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? കുട്ടികൾക്ക് അക്കാഡമിക്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ടെക്നോളജി പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഗെയിം കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരെങ്കിലും ചിന്തിക്കോ, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഇന്നോവേഷനിൽ ഒരു ഐഡിയയിൽ ഗെയിം ഡെവലപ്പ് ചെയ്യണമെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തീരുമാനമാണ്, എനിക്കൊരു എംപ്ലോയി ആയി നിൽക്കണമോ അതോ ഒരു എംപ്ലോയർ ആയി മാറണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ്. കാരണം നമ്മുടെ കുട്ടികൾ ആരും എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്ററായി മാറുന്നില്ല എന്ന് പറയും. പക്ഷെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്ത് ചെയ്യണം? സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ ഒരുക്കിയാൽ നമ്മുടെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ എന്ത് ചെയ്തേനാ? ക്രിയേറ്ററായി മാറിയേനെ. കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലറിക്കൽ ജോബിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. കാണാതെ പഠിച്ച് എക്സാം എഴുതി പാസ്സായി വരുന്നൊരു സിലബസാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബ്രേക്ക് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് റെഡിയായി നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തിറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെയാണ് ടെക്കറ്റ് സ്കൂൾ എന്നുള്ള പ്രൊജക്റ്റിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഞാൻ ടാൽറൂപ്പ് എന്ന കമ്പനി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടാൽറൂപ്പ് എന്നുള്ളത് 2015 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ 2023-24 കാലഘട്ടങ്ങളിൽ പല എക്കോസിസ്റ്റങ്ങളിലായി കേരളത്തിൽ ഒരു സിലിക്കൺ വാലി എന്നുള്ള ആശയം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ടാൽറൂപ്പിന്റെ ആശയം. എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും ഗൂഗിൾ പോലൊരു കമ്പനി ഡെവലപ്പ് ചെയ്യണം.
അപ്പോൾ ഈ ഗൂഗിൾ പോലെ കമ്പനി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും എക്സ്പേർട്ടുകൾ വേണം. ആ എക്സ്പേർട്ടുകൾ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്, സ്കൂളുകളിലാണുള്ളത്, കോളേജുകളിലാണുള്ളത്. കാരണം 10-15 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് റെഡി ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെ നമുക്ക് വേണം, ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രിപ്പറേഷനിലുള്ള. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രി റെഡി ആവാനായിട്ടുള്ള ഈ പ്രൊജക്റ്റിന്റെ അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജിയിൽ പുതിയ പുതിയ അപ്ഡേഷനുകളും കോഡിങ്ങും വെബ്സൈറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഡെയിലി എത്ര മണിക്കൂർ മാറ്റി വെച്ചാൽ മതി? 1 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. മൊത്തം ഒരു 5 വർഷത്തെ, സാർ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷത്തെ ഒരു പ്രൊജക്റ്റാണ് ടെക് എറ്റ് സ്കൂൾ എന്നുള്ള പ്രൊജക്റ്റ് വരുന്നത്. അതിൽ 1 വർഷം നിങ്ങൾക്ക് എന്താണ്, സിലബസ് ഓറിയന്റഡ് ലേണിംഗ് ആണ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കുന്നത്. സ്റ്റേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. സ്വന്തമായിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ സ്കൂളിന്റെ ലാബ് ഫെസിലിറ്റി യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, 1 മണിക്കൂർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഈവൻ 1 വർഷം കഴിയുമ്പോഴേക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താണോ പഠിച്ചത്, ഇൻഡസ്ട്രിക്ക് വേണ്ടി അയാൾ എങ്ങനെയാണ് പ്രിപ്പയർ ആയത്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും, പ്രിപ്പയർഡ് ആവും. ഇനി നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി അതിന് സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന 1 വർഷത്തെ ജേണി. ബാക്കിയുള്ളൊരു 4 വർഷത്തെ ജേണി എന്ന് പറയുന്നത് ടാൽഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇപ്പം നമുക്കിപ്പോൾ പറഞ്ഞാൽ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യും, ഇന്റർവ്യൂകളിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആവാം, ഓൺലൈൻ പ്രസന്റേഷനുകളാവാം, ഓഫ്ലൈൻ പ്രസന്റേഷനുകളാവാം. അപ്പോൾ ഇങ്ങനെ പ്രസന്റേഷൻ ചെയ്തുകൊണ്ട് ഓൺട്രപ്രണറിയൽ ജേണിയാണ് കുട്ടിക്ക് ബാക്കിയുള്ള 4 വർഷം എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ടാൽഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ഡിഫറെന്റ് രീതിയിലുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊളാബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആണ് ഒരു 5 വർഷത്തെ ജേണി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ടോട്ടലി വരുന്നത്. അപ്പം ഈ ഒരു ടെക് എറ്റ് സ്കൂൾ എന്നുള്ള പ്രൊജക്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രൊജക്ട് വൈസ് ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ടെക് എറ്റ് സ്കൂൾ എന്നുള്ള പ്രൊജക്ട് വൈസ് വീഡിയോ പ്രസന്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രൊജക്ടർ വെച്ച് കാണിച്ചു തരായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, പ്രൊജക്ട് വൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ആർക്ക് ഡൗട്ടൊന്നുമില്ല? ഓക്കെ. ഓക്കെ, അപ്പം ആദ്യത്തെ വർഷം 100 കുട്ടികൾക്കാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും എന്ത് ചെയ്യണ്ട, ജോയിൻ ചെയ്യണ്ട. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 100 പേര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആദ്യത്തെ അക്കാഡമിക് ഇയറിൽ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യാനുള്ള, ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. 100 കുട്ടികൾക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു വാട്സപ്പ് ത്രൂ വീഡിയോ ക്യാമ്പയിൻ, 7 ദിവസത്തെ വീഡിയോ ക്യാമ്പയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ ക്യാമ്പയിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, UP, HS, HSS 3 കാറ്റഗറിയിൽ എന്ത് ചെയ്യും, എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ കഴിഞ്ഞ് ഹൈലി ക്വാളിഫൈഡ് ആകുന്ന 100 പേർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്ന ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പം നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സിലബസ് വരികയാണെങ്കിൽ ഏകദേശം ഒരു ടെക്നോളജി, അക്കാഡമിക്സ്, ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഓഫ് ഡേയിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്, ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഈ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈഡ് ആകുന്ന 100 പേർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി 7 days ക്യാമ്പയിനിലൂടെയും ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്യാമ്പസ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പിന്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, അവർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ, താങ്ക് യു ഓൾ.